ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റിംഗ് വന്നു അല്ലേ? മെയ് ആദ്യത്തെ ആഴ്ചയോടുകൂടി നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ ഒക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. അതിന് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്കിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ, എല്ലാം പ്രധാനപ്പെട്ടതല്ല എന്നല്ല, എന്നാലും എക്സാമിന് ചോദ്യങ്ങളുടെ വെയിറ്റേജ് കൂടി നിൽക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഓരോ ചാപ്റ്ററിൻ്റെയുമായിട്ട് വരുന്ന ചോദ്യങ്ങൾ, എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഏതൊക്കെ മേഖലയിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് എന്ത് ചെയ്തു പോകാം, അനലൈസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറയുന്ന കാര്യം, നമ്മുടെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായി നിൽക്കുന്ന ടോപ്പിക്കുകൾ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരികയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കുകൾ നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഫസ്റ്റ് ചാപ്റ്റർ ബ്രിട്ടീഷ് അറൈവൽ അല്ലെ, അല്ലെങ്കിൽ അറൈവൽ ഓഫ് ബ്രിട്ടീഷ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് അറൈവൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് നിൽക്കുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 1857 റിവോൾട്ട് ആണ്. 1857 റിവോൾട്ട് 1857 കലാപമാണ്. മൂന്നാമത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന്റെ ഫോർമേഷൻ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ ആണ്. നാലാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ അല്ലെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്നതാണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ. ഫിഫ്ത്ത് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് ഗാന്ധിജി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് ഗാന്ധിജി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വരുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് വരാറുണ്ടാണ്ട് ഇന്ത്യയിലെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. നമ്മുടെ ഡിഗ്രി ലെവലിന് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണത്. അതുപോലെ സെവൻത് ആയിട്ട് നമുക്ക് വരുന്നത് പോസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ മൂന്നായിട്ട് നമുക്ക് ചെയ്യാം. ഒന്ന്, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അഥവാ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കിടക്കുന്നുണ്ട്. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ഭാഗമാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അല്ലെ, സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നൊരു ഭാഗം നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ മൂന്നാമതായത് വരുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951 എന്ന് പറയുന്നൊരു ഭാഗവും വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക കലാമേഖലയെക്കുറിച്ചുമുള്ള കാര്യങ്ങളും വരാറുണ്ട്. എന്നാലും നമുക്ക് ഇത്രയും ചാപ്റ്ററുകൾ ഏറ്റവും എടുത്തു പറയുന്ന സിലബസിലെ ചാപ്റ്ററുകളാണ്. അറൈവൽ ഓഫ് ബ്രിട്ടീഷ് ആയിക്കോട്ടെ, 1857 റിവോൾട്ട് ആയിക്കോട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിക്കോട്ടെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ആയിക്കോട്ടെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് ഗാന്ധിജി ആയിക്കോട്ടെ, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, പോസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ, അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്കുകളായ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സംസ്ഥാന പുനഃസംഘടന, 1951 ശേഷമുള്ള ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്ന ഭാഗം, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും മിക്ക പരീക്ഷകളിലും ചോദിക്കുന്നൊരു ചോദ്യമാണ് 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ടോട്ടലി ആ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്താലും പറ്റും. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഏതൊരു പരീക്ഷയും, അത് ഡിഗ്രി ലെവൽ എന്നല്ല, ഏതൊരു പരീക്ഷ എടുത്തു നോക്കിയാലും വളരെ പ്രധാനപ്പെട്ടതും ഇന്ത്യയുടെ ചരിത്രവുമായിട്ട് വളരെ കണക്ഷൻ നിൽക്കുന്നതുമായ ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. INCയും അതിൻ്റെ സുപ്രധാനമായ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ
ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ആ ക്ലാസ് കൂടി ഒന്ന് കണ്ടിട്ട് വരിക. അത് ഞാൻ കുറച്ച് ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കുറേയധികം ചോദ്യങ്ങൾ അവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്. നമുക്ക് മിക്കപ്പോഴും ഒരു മാർക്കിനൊക്കെ മിക്ക ചോദ്യ പേപ്പറിലും കാണപ്പെടുന്നൊരു ഭാഗമാണ് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഭാഗം. മിക്ക ചോദ്യ പേപ്പറിലും കാണും. ഇനി സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിൽ നിന്നും ഒരു ചോദ്യം കുറഞ്ഞാലും ആ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന 2 ടോപ്പിക്കുകളാണ് 1857 അല്ലെങ്കിൽ ഗാന്ധിജി എന്നുള്ളത്. അപ്പോൾ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിൽ നിന്ന് നമുക്ക് 1 മാർക്കിനൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ചോദ്യം വരാറുള്ളത്. മിക്കപ്പോഴും വരാറുള്ളത് 1 മാർക്കിനായിരിക്കും. പക്ഷേ ഈ ഒരു ഭാഗം എന്തായാലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ഭാഗം. കാര്യം കഴിഞ്ഞ മുൻകാലങ്ങളിലെ ചോദ്യപേപ്പറുകൾ നോക്കിയാൽ ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ, അതായത് ചമ്പാരൻ, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം പോലെയുള്ള സമരങ്ങളെക്കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ലാഹോർ സമ്മേളനവും അതിലുമായി ബന്ധപ്പെടുത്തി നിയമലംഘനത്തെ കണക്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, നല്ല സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെൻറ്റുകളും അതിനെ INC-യുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ട്. അതായത് ഒരു ടോപ്പിക്കിനെ തന്നെ ഇപ്പോൾ ഗാന്ധിയൻ കാലഘട്ടം എടുത്താൽ ഗാന്ധിയൻ കാലഘട്ടത്തിലെ ചോദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെടുത്തി തന്നെ ചോദിക്കുന്ന രീതി കഴിഞ്ഞ മുൻകാലങ്ങളിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അതായത് ചാപ്റ്റർ 2, 3 and 5 എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് പോയിന്റ് ആണ്. ഇനി അതാണ് നമ്മുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക് എന്ന് നമുക്ക് പറയാവുന്നത്. എൻ്റെ അർത്ഥം ബാക്കിയുള്ളത് വരില്ലെന്നല്ല. കാര്യം ഹോട്ട് ടോപ്പിക് അല്ലെങ്കിൽ പോലും നമുക്ക് പരീക്ഷകളിൽ കാണപ്പെടുന്ന മറ്റൊരു മേഖലയാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലെ. ഇപ്പോൾ ആന്ധ്ര സംസ്ഥാന രൂപീകരണവും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതിനു മുമ്പ് വന്ന ധർ കമ്മീഷൻ, അതുപോലെ JVP കമ്മിറ്റി പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും സ്റ്റേറ്റ് റീഓർഗനൈസേഷൻസിൽ നിന്നും ചോദ്യം വരുന്നുണ്ട്. അതിനെ INC-യുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, അതായത് ഭാഷാ അടിസ്ഥാന സംസ്ഥാന രൂപീകരണം എന്നതിൽ നിന്നും 1920 നാഗ്പൂരിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇന്ത്യൻ ചരിത്രത്തിൽ കാണുന്നൊരു രീതിയാണിത്. അടുത്ത ചാപ്റ്ററിനെയോ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ചാപ്റ്ററിനെയോ നിന്നോ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പാരലൽ കൂടി ചോദിക്കുക. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് പൊതുവെ വരാറുള്ളത്. ഇപ്പൊ നമുക്ക് ഇന്ന് അപ്പോൾ ബ്രിട്ടീഷ് അറൈവലിൽ നിന്നും ചോദ്യം വരില്ലേ എന്ന് ചോദിക്കുന്നു. ബ്രിട്ടീഷ് അറൈവൽ എടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് അറൈവലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 പാറ്റേണിലാണ് പൊതുവെ അതിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പൊതുവെ വരാറുള്ളത്. അറൈവൽ ഓഫ് ബ്രിട്ടീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അറൈവൽ ഓഫ് ബ്രിട്ടീഷിൽ നമുക്ക് പൊതുവെ വരാറുള്ളത് 2 ഭാഗത്തു നിന്നാണ്. അതായത് ബ്രിട്ടീഷ് ആധിപത്യങ്ങൾ പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് 2 രീതിയിലാണ്. മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. 2 രീതിയിലാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വാർസ് ആണ്, യുദ്ധങ്ങൾ വഴി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ബൈ ലോസ് ആണ് അല്ലെ, നിയമനിർമ്മാണങ്ങൾ വഴിയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. ദിസ് 2 ways. അതിൽ ബൈ വാർസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒന്നാണ് പ്ലാസി, അതേപോലെ തന്നെ ബക്സാർ യുദ്ധങ്ങൾ. ബക്സാർ യുദ്ധങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ആംഗ്ലോ മൈസൂർ വാർ അല്ലെ. 4 ആംഗ്ലോ മൈസൂർ വാർ ഉണ്ട്. 1-ാം മൈസൂർ യുദ്ധം, 2-ാം മൈസൂർ യുദ്ധം, 3-ാം മൈസൂർ യുദ്ധം, 4-ാം മൈസൂർ യുദ്ധം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആംഗ്ലോ മറാത്ത വാർസ് ആണ്. ഈ പറയുന്ന യുദ്ധങ്ങൾ ഇന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാർ നടത്തിയതാണ് എന്നുണ്ടെങ്കിലും ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയുണ്ട്. മറ്റൊരു സുപ്രധാനമായ സംഭവം കൂടിയുണ്ട്. ആ സുപ്രധാനമായ സംഭവമാണ് നമ്മുടെ കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത് അല്ലെ. കർണാട്ടിക് വാർ. അതിനകത്ത് 3 കർണാട്ടിക് വാറുകളുണ്ട്. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്ന യുദ്ധങ്ങളെയാണ് സാറേ നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധത്തെ ആയിരുന്നു സാറേ നമ്മൾ എന്ത് വിളിച്ചത്, കർണാട്ടിക് യുദ്ധം. 3 കർണാട്ടിക് യുദ്ധങ്ങളുണ്ട്. 3 കർണാട്ടിക് യുദ്ധത്തിനും കാരണങ്ങളുമുണ്ട്. അപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ പറയും പോലെ മാക്സിമം നമ്മൾ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മളൊരു മാപ്പൊക്കെ വെച്ചിട്ട് ഓരോ സ്ഥലത്തേക്കും പിടിച്ചെടുത്തത് നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവേ ഫോളോ ചെയ്ത് വരാറുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ അത്തരം ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
എനിവേ അങ്ങനെയാണ് നമ്മൾ വാർസിനെ പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ ബൈ ലോസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിയമനിർമ്മാണങ്ങൾ ആധിപത്യത്തിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും രണ്ടെണ്ണം എടുക്കാം. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് സബ്സിഡറി അലയൻസ് ആണ്. ദേ നോക്കി, ഈ സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നിരവധി തവണ സ്റ്റേറ്റ്മെന്റായി ചോദിച്ചിട്ടുണ്ട്. സൈനിക സഹായ വ്യവസ്ഥ താഴെ പറയുന്നവയിൽ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തി ശരിയായവ ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതേപോലെ വരുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം. എന്നാൽ ആക്ച്വലി ഈ ഒരു നിയമം നമ്മൾ 1857 റിവോൾട്ടിന്റെ ഭാഗമായിട്ട് പഠിക്കാറുണ്ട്. ഒന്ന് 1798 മറ്റൊന്ന് 1848 ഔദ്യോഗികമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്ന് ലോർഡ് വെല്ലസ്ലി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലോർഡ് ഡൽഹൌസി ആയിരുന്നു എന്നുള്ള വ്യത്യാസമാണുള്ളത്. ഓക്കെ, ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവിന്റെ കാലത്ത് സബ്സിഡറി അലയൻസും ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സുമായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ അറൈവൽ ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാനുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിങ്ങൾ നോക്കി പോകേണ്ട മേഖലകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 1857 ആണ്. ദ വെരി ഹോട്ട് ടോപ്പിക് എന്ന് നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണത് അല്ലെ. ആ ഭാഗത്ത് നിന്നും മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ആദ്യം അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനകത്തുള്ള മേജറായിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയെന്നുള്ളത് നമുക്ക് പിക്കപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് ഇടുകയാണ്. ഇത് നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഓർ വെയർ ദ റിസൾട്ട് ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ 1857 കലാപത്തിന് കാരണമായി വരുന്നവ എന്തൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം എങ്ങനെ പറയാൻ സാധിക്കും? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, ദ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്ഡ് ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. The rule of the East India Company ended and India was taken over by the British Crown. The office of the Secretary of State for India was created. Communal representation and diarchy were introduced. 4 സ്റ്റേറ്റ്മെന്റ്. മലയാളം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു. എന്താണ് ഉത്തരം? എല്ലാവരും മനസ്സിലൊരു ഉത്തരം ഒന്ന് കണ്ടു നോക്കൂ. 1857 നിന്നും വന്ന റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോക്കി ഏകദേശം ഒരു ഉത്തരത്തിന്റെ ധാരണയിലേക്ക് എത്തി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ചോദ്യം എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് 1857 റിവോൾട്ട് എന്ന് തന്നെയാണ്. 1857 കലാപത്തിന്റെ ഫലം എന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്ഡ് ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. എന്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം 1857 കലാപം അടിച്ചമർത്തപ്പെടുന്നത് 1858 58 അടിച്ചമർത്തിയതിനു ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിൽ പാസാക്കിയ ഒരു നിയമമായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അല്ലെ. അതിനുശേഷം ഇവിടെ പാസാക്കിയ ഒരു നിയമമായിരുന്നു എന്ത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. നമ്മൾ ഈ നിയമത്തെ കുറെ പേരിൽ വിളിക്കാറുണ്ട്. ഈ നിയമത്തെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ക്വീൻസ് പ്രൊക്ലമേഷൻ. മറ്റൊരു പേരാണ് ക്വീൻസ് പ്രൊക്ലമേഷൻ എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ നമ്മൾ വിളിക്കാറുള്ള പേരാണ് ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നൊക്കെ വിളിക്കാറുള്ള നിയമമാണ്. ഈ നിയമത്തെയാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിലയിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് റാണിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിൽ പാസാക്കിയ നിയമമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അല്ലെ. ആ നിയമപ്രകാരം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണം, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണത്തിന് പൂർണ്ണ വിരാമമിടാനും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് റാണിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുന്നതിനും വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിൽ പാസാക്കിയ നിയമമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858.
തീർച്ചയായിട്ടും 1857 കലാപത്തിന്റെ ഒരു ഫലമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നിയമം. ആ നിയമത്തെ നമുക്ക് ക്വീൻസ് പ്രൊക്ലമേഷൻ അഥവാ രാജ്ഞിയുടെ വിളംബരം, അല്ലെ, ക്വീൻസ് പ്രൊക്ലമേഷൻ അഥവാ രാജ്ഞിയുടെ വിളംബരം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ക്വീൻസ് പ്രൊക്ലമേഷൻ അഥവാ രാജ്ഞിയുടെ വിളംബരം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. രാജ്ഞിയുടെ വിളംബരം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അതുപോലെ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം കൂടിയാണ് ഏത്, ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, അതൊരു ബലം തന്നെയാണ്. ദെൻ ആ റൂളിന്റെ ഫസ്റ്റ് കണ്ടീഷനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ദ റൂൾ ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എൻഡഡ് ആൻഡ് ഇന്ത്യ വാസ് ടേക്കൺ ഓവർ ബൈ ദി ബ്രിട്ടീഷ് ക്രൗൺ. യെസ്, എക്സാക്ട്ലി ശരിയാണ്. ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ കീഴിലാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത നോക്കൂ, ഈ നിയമപ്രകാരം ഓഫീസ് ഓഫ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ വാസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഈ നിയമപ്രകാരം ഉണ്ടായ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അതാട്ടോ GGI. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നത് വൈസ്രോയി എന്ന് പുനർനാമകരണം ചെയ്തു. ഓക്കെ, വൈസ്രോയി എന്ന് മാറ്റി. ഈ വൈസ്രോയി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് റാണിയുടെ ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള പ്രതിനിധിയായിരുന്നു. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു പോസ്റ്റാണ് ബ്രിട്ടീഷ് പാർലമെന്ററി അംഗമായിട്ടുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ബ്രിട്ടീഷ് പാർലമെന്ററി അംഗം, ഓക്കെ, ബ്രിട്ടീഷ് പാർലമെന്ററി അംഗം, ബ്രിട്ടീഷ് പാർലമെന്ററി അംഗം, ബ്രിട്ടീഷ് പാർലമെന്ററി അംഗം എന്ന നിലയിൽ ആര് വന്നു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പോസ്റ്റ് വന്നു. അതും അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരപ്രകാരം ശരിയാണ്. ദെൻ ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡയാർക്കി വെയർ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡയാർക്കി വെയർ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിലെ ശരികൾ നോക്കിയാൽ എന്തായാലും 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നല്ല ഡയാർക്കി. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന നിയമം മാത്രമാണ് ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഉത്തരപ്രകാരം നമ്മുടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുമ്പോൾ 1, 2, 3 വിച്ച് ഓഫ് തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോൾ 1, 2, 3 അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു കാര്യമായതുകൊണ്ടാണ് ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഡയാർക്കി, അല്ലെ? ഡയാർക്കി. ഇന്ത്യയിൽ ഡയാർക്കി അഥവാ അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ ദ്വിഭരണ വ്യവസ്ഥ. അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ ദ്വിഭരണ വ്യവസ്ഥ, ദ്വിഭരണം. ഇന്ത്യയിൽ ദ്വിഭരണം നടപ്പിലാക്കിയത്, ഇന്ത്യയിൽ ദ്വിഭരണം അഥവാ ഡയാർക്കി നടപ്പിലാക്കിയ നിയമം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരമാണ്. അതായത് ആ ആക്ടിനെ നമ്മൾ വിളിക്കുന്നത് മറ്റൊരു പേരുണ്ട്, മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നതിനെ വിളിക്കാറുണ്ട്. മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്ന നിയമമാണ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അതുപ്രകാരമാണ് ഇന്ത്യയിലെ ഭരണം ദ്വിഭരണമാക്കി മാറ്റുന്നത്. ഇന്ത്യയുടെ ഭരണം ദ്വിഭരണമാക്കി മാറ്റുന്നത്. അപ്പോ ഇന്ത്യയിൽ ഡയാർക്കി അഥവാ ദ്വിഭരണ നിയമം അവതരിപ്പിച്ചത്, ഇന്ത്യയിൽ ഡയാർക്കി അഥവാ ദ്വിഭരണ നിയമം അവതരിപ്പിച്ച നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ആ നിയമത്തെ നമ്മൾ അന്നത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന മൊണ്ടേഗിന്റെയും അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡിന്റെയും ഭരണപരിഷ്കാരമായി കണക്കാക്കുന്നു. ആയതിനാൽ അതിനെ നമ്മൾ മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നും വിളിക്കാറുണ്ട്. ഇത് പ്രകാരം ഇന്ത്യയിൽ ഡയാർക്കി അഥവാ ദ്വിഭരണം നടപ്പിലാക്കി. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ കൊണ്ട് ഈ ദ്വിഭരണം, അതായത് പ്രവിശ്യകളിലെ ഭരണത്തെ ട്രാൻസ്ഫേർഡ്, റിസർവ്ഡ് എന്നൊക്കെ 2ആയി മുറിക്കുന്നു. അതിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 3 അംഗങ്ങൾ ഇന്ത്യക്കാരാക്കുന്നു എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഒരു ഭരണപരിഷ്കാരം ഏത് നിയമത്തിലുണ്ട്? മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിലുണ്ട്. മസ്റ്റായിട്ടും പഠിക്കണം, ഉറപ്പായും പഠിക്കണം. ആവർത്തിച്ചു വരുന്ന മറ്റൊരു ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളിൽ ഒന്നാണ് മൊണ്ടേഗ് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി. ദ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, by which act did the British Crown taken over the government of India from the East Indian Company? The Regulating Act, the Government of India Act, the Pitt's India Act and none of the above.
ഒബ്വിയസ്ലി നമ്മളിപ്പോൾ പറഞ്ഞ ആൻസർ ആണ് ദ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത്. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പോ ഈ പറയുന്നത് പോലെ ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ റിവോൾട്ട് ഓഫ് 1857 വിച്ച് ഓഫ് ദം ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ യങ് ശിപായി മംഗൾ പാണ്ഡെ ഓഫ് 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി ഹാസ് ഫയർഡ് അറ്റ് ഹിസ് സുപ്പീരിയർ ഓഫീസർ ആൻഡ് വാസ് എക്സിക്യൂട്ടഡ്. Second statement, Bahadur Shah fought against the British till his death to defend Delhi. Third statement, General Hugh Ross defeated Rani Lakshmi Bai of Jhansi and paid high tribute to her by saying that here lay the woman who was the only man among the rebels. The fourth statement, the revolt of 1857 affected the entire British India including South India. എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം? 1857 കലാപത്തിന്റെ കാരണങ്ങൾ എന്ന ഭാഗമാണ് അല്ലെ. 1857 കലാപത്തിന്റെ കാരണങ്ങൾ എന്ന ഭാഗത്ത് നിന്നുമാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. കണ്ടോ, 1857 കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുമാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇതിന്റെ മലയാളം എന്താണ്? 1857 കലാപത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മാക്സിമം ഇംഗ്ലീഷ് തന്നെ നോക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ യുവശിപായി മംഗൾ പാണ്ഡെ തന്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർ ഷാ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ജനറൽ ഹ്യൂഗ്രോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തി. ഇതാ കലാപകാരികളിൽ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ കിടക്കുന്നു എന്നൊക്കെയാ വന്നിരിക്കുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേഷൻ വന്നതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞിരിക്കുന്ന ഡയലോഗ് എന്താ? കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത ഇതാ മരിച്ചു കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇവിടെ വരുമ്പോഴത്തേക്കും തേർഡ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ നോക്കാൻ ശ്രമിക്കണം കേട്ടോ. ജനറൽ ഹ്യൂഗ്രോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തുകയും ഇതാ കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത ഇതാ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, 1857 കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ മുഴുവൻ ഇന്ത്യയെയും ബാധിച്ചിരുന്നു. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ദ റിവോൾട്ട് ഓഫ് 1857 അഫക്റ്റഡ് ദി എൻറ്റയർ ബ്രിട്ടീഷ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് സൗത്ത് ഇന്ത്യ. എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, 34ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിലെ യുവ ശിപായി ആയിരുന്ന മംഗൾ പാണ്ഡെ അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ വെടിവെച്ച് കൊന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കലാപത്തിന്റെ തുടക്കവും അത് തന്നെയായിരുന്നു. മംഗൾ പാണ്ഡെ ആയിരുന്നു ഫസ്റ്റ് അല്ലെ. 1857 കലാപവുമായി ബന്ധപ്പെട്ട് 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെ ഇതുമായി ബന്ധപ്പെട്ട് തൂക്കിക്കൊല്ലുന്നുണ്ട് അല്ലെ. മംഗൾ പാണ്ഡെ എന്ത് ചെയ്യുന്നുണ്ട്? തൂക്കിക്കൊന്നു അല്ലെ. 1857 കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്ന് നമ്മൾ വിളിക്കുന്നത് മംഗൾ പാണ്ഡെ ആവുന്നതും അതുകൊണ്ടാണ്. നെക്സ്റ്റ്, ബഹദൂർ ഷാ ഫോർട്ട് അഗൻസ്റ്റ് ദി ബ്രിട്ടീഷ് ടിൽ ഹിസ് ഡെത്ത് ടു ഡിഫെൻഡ് ഡൽഹി. ബഹദൂർ ഷാ രണ്ടാമൻ അദ്ദേഹത്തിന്റെ അന്ത്യം വരെ ഡൽഹിയുടെ മോചനത്തിനായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. പക്ഷെ ചാടിക്കേറി എഴുതാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാന്ന് തോന്നും. പക്ഷെ അതെന്തല്ല, ശരിയല്ല. General Hugh Ross defeated Rani Lakshmi Bai of Jhansi and paid high tribute to her, saying that here lay the woman who was the only man among the rebels. കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത ഇതാ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞത് ജനറൽ ഹ്യൂഗ് റോസ് തന്നെയാണ്. ഝാൻസിയിലെ കലാപവുമായി ബന്ധപ്പെട്ടാണ്. ശരിയാണ്. Then the revolt of 1857 affected entire British India including South India എന്ന് പറഞ്ഞിരിക്കുന്നു. ഉണ്ടോ? നോ, നെവർ. അതെവിടെ മാത്രമേ ഉള്ളായിരുന്നു? ഓൺലി നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ആ കലാപം ഉണ്ടായിരുന്നുള്ളൂ. ഓൺലി നോർത്ത് ആണ്. സോ അതും എന്താണ്? തെറ്റാണ്. ഇവിടെ ചോദിക്കുന്നത് കൺസിഡറിങ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ റിവോൾട്ട് ഓഫ് 1857 വിച്ച് ഓഫ് ദം ഈസ് കറക്റ്റ് എന്ന് തന്നെയാണ്. ഒന്നും കൂടി ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വന്നാൽ വിച്ച് ഓഫ് ദം ഈസ് കറക്റ്റ് എന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരി. വാട്ട് ഈസ് ദ റോങ് ഇൻ സ്റ്റേറ്റ്മെന്റ് 2? എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെ തെറ്റ്? ബഹദൂർ ഷാ ഫോർട്ട് അഗൻസ്റ്റ് ബ്രിട്ടീഷ് ടിൽ ഹിസ് ഡെത്ത് ടു ഡിഫെൻഡ് ഡൽഹി.
ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർ ഷാ മരണം വരെ പോരാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ മംഗൾ പാണ്ഡെയെ കുറിച്ചാണ് അല്ലെ. മംഗൾ പാണ്ഡെയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മംഗൾ പാണ്ഡെയെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 34ാം ബംഗാൾ തദ്ദേശീയ കാലാൽപ്പടയിലെ ഇൻഫൻട്രിയിലെ ഒരു ശിപായി ആയിരുന്നു, യുവ ശിപായി ആയിരുന്നു മംഗൾ പാണ്ഡെ അല്ലെ. ഈ മംഗൾ പാണ്ഡെ അദ്ദേഹത്തിന്റെ സൈനിക ഉദ്യോഗസ്ഥരായിരുന്ന ഹെൻറി ബോഗ്, ജെയിംസ് ഹ്യൂസൺ എന്നിവരെ ആക്രമിച്ച് കീഴടക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് തൂക്കിക്കൊന്നത് അല്ലെ. അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. അങ്ങനെ 1857 കലാപത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന നിലയിൽ നമ്മൾ പഠിക്കുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ചാണ് അല്ലെ. ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 1857 മെയ് 10 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ ബീഹാറിലായിരുന്നു അല്ലെ. ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ കലാപകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം, കലാപകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമായിരുന്നു എവിടെ? ഡൽഹി. ആദ്യം കീഴടക്കിയ പ്രദേശമായിരുന്നു ഡൽഹി. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വ നിരയിലേക്ക് കലാപകാരികൾ കൊണ്ടുവന്ന അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ആര്? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സെക്കൻഡ്, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ബഹദൂർ ഷാ സഫർ 2 എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇദ്ദേഹത്തെ നമ്മൾ കലാപവുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തി എന്ന നിലയിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ച എംപറർ ഓഫ് ഇന്ത്യ ആയിട്ട് അവരോധിച്ച ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. പക്ഷേ കലാപ പരാജയത്തെ തുടർന്ന് ഇദ്ദേഹം റങ്കൂണിലേക്ക് നാടുകടത്തുകയായിരുന്നു ചെയ്തത് അല്ലെ, ബഹദൂർ ഷാ രണ്ടാമൻ. അല്ലാതെ അദ്ദേഹം മരണം വരെ പോരാടി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അദ്ദേഹത്തെ എന്ത് ചെയ്യുകയായിരുന്നു? റങ്കൂണിലേക്ക് നാടുകടത്തുകയായിരുന്നു ചെയ്തത്. സോ നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം രണ്ടാമത്തത് എന്തായി? തെറ്റായി. അതുപോലെ 1857 കലാപം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്തിട്ടില്ല? വ്യാപിച്ചിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ മാത്രം, വടക്കേ ഇന്ത്യയിൽ മാത്രമായി കലാപം ഒതുങ്ങിപ്പോയി എന്ന കാര്യവും നമ്മൾ ഓർക്കണം. ദാറ്റ് മീൻസ് ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 1857 കലാപത്തിന്റെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയാമോ എന്നാണ്. അപ്പോൾ 1857 കലാപത്തിന്റെ പരാജയ കാരണങ്ങൾ നോക്കിയാൽ 1857 കലാപത്തിന്റെ പരാജയ കാരണങ്ങൾ നോക്കിയാൽ എന്തൊക്കെയുണ്ട്? ഒന്ന്, എല്ലാ ഭാഗത്തേക്കും കലാപം വ്യാപിച്ചില്ല. അല്ലെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനെന്തുണ്ടായിരുന്നില്ല? ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്നൊരു പോയിന്റ് നമുക്ക് ഓർക്കണം. സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആയുധശേഷി സംഘടനാ മികവ് എന്നിവ കമ്പനിക്ക് അനുകൂലമായിരുന്നു. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്കാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ എന്തായിരുന്നു? കലാപത്തിന് എതിരായിരുന്നു. അവരെതിര് നിന്നു. ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ് കേൾക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യയിലെ സമ്പന്ന നാട്ടുരാജ്യങ്ങൾ കമ്പനിക്ക് അനുകൂലമായി നിലപാടുകൾ എടുത്തു. ഓക്കെ,
അനുകൂലമായിരുന്നു. ഇതുകൊണ്ടാണ് 1857 കലാപം പരാജയപ്പെട്ടു പോയത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇത് ശ്രദ്ധിച്ചുത്തരം ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഹു വാസ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദി റിവോൾട്ട് ഓഫ് 1857? 1857 കലാപ സമയത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോർഡ് കാനിങ്, ലോർഡ് ഡൽഹൌസി, ലോർഡ് എൽജിൻ ആൻഡ് ലോർഡ് ലിട്ടൺ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? അല്ലെങ്കിൽ ആരാണ്? ഉറപ്പായിട്ടും ആരാ? നമുക്ക് ലോർഡ് ഡൽഹൌസി ആണെന്ന് തോന്നിയ കുറച്ചു പേരെങ്കിലും ഉണ്ടാവും അല്ലേ? കുറച്ചു പേർക്കൊക്കെ ലോർഡ് ഡൽഹൌസി ആണെന്ന് കുറച്ചു പേർക്കെങ്കിലും ലോർഡ് ഡൽഹൌസി ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിങ് ദി റിവോൾട്ട് ഓഫ് 1857 എന്നാണ്. 1857 കലാപ സമയത്തെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലോർഡ് കാനിങ് ആണ്. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമാണ് ആര്? കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും അതുപോലെ തന്നെ ആദ്യത്തെ വൈസ്രോയിയുമായിരുന്ന ആളാണ് ആര്? നമ്മുടെ ലോർഡ് കാനിങ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയിയുമായിരുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ലോർഡ് കാനിങ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ഇതെല്ലാം നിങ്ങളുടെ ചോദ്യം കേട്ടോ. ഇതെല്ലാം റീസെന്റ് ചോദിച്ചിട്ടുള്ള നിങ്ങളുടെ ചോദ്യം തന്നെയാണ്. നോക്കൂ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ബഹദൂർ ഷാ രണ്ടാമൻ നേരെ ഫൈസാബാദ് കിടക്കുന്നു, ഷാമലിന് നേരെ ലക്നൗ കിടക്കുന്നു, മൗലവി അഹമ്മദുള്ളയ്ക്ക് നേരെ ഡൽഹി കിടക്കുന്നു, ബീഗം ഹസ്രത് മഹലിന് നേരെ ബറൌട്ട് കിടക്കുന്നു. ഏതാണ് ശരിയായ ഉത്തരം? ഇവിടെ കലാപകേന്ദ്രവും അവിടുത്തെ നേതൃത്വവും എന്നൊക്കെ പറയുമ്പോൾ കുറേ ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ തന്നെ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒന്നാമത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം നൽകി നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു ഡൽഹിയിലായിരുന്നു. രണ്ടാമത് ഷാമലാണ്. ഷാമല് ഉത്തർപ്രദേശിലെ ജാട്ട് കർഷക ജനതയെ സംഘടിപ്പിച്ചുകൊണ്ട് ബറൌട്ട് പർഗാനയിലായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയത്. സോ 2D ആണ്. 1C 2D. 1C 2D ഇവിടെയുമുണ്ട്, 1C 2D ഇവിടെയുമുണ്ട്. അപ്പൊ അതിലും പോരാ. ഇനി മൂന്നാമത്തതിലേക്ക് പോകാം. മൗലവി അഹമ്മദുള്ള അല്ലെ? മൗലവി അഹമ്മദുള്ള ഓപ്ഷൻ എ ആണ്, ഫൈസാബാദ് ആണ്. ഓക്കെ, മൗലവി അഹമ്മദുള്ള നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ ആണ്. അവിടെ വരെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം കിട്ടി. ബീഗം ഹസ്രത് മഹൽ ലക്നൌവിലുമായിരുന്നു. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സുപ്രധാനമായ കലാപകേന്ദ്രവും നേതൃത്വവും എന്തായാലും നോക്കി വെച്ചിട്ട് പോകേണ്ട പോയിന്റാണ്. സുപ്രധാനമായ കലാപകേന്ദ്രവും അവിടുത്തെ നേതൃത്വവും. അതിൽ നമുക്ക് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു കലാപകേന്ദ്രമാണ് ബീഹാർ അല്ലെങ്കിൽ ആരയിൽ ആരാണ്? കൺവർ സിംഗ് ആയിരുന്നു അവിടെ നേതൃത്വം നൽകിയത്. കൺവർ സിംഗ്. ഓക്കെ. അതുപോലെ തന്നെ കാൺപൂരിൽ നേതൃത്വം നൽകിയവർ ആരൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് നാനാ സാഹിബിനെയും അതുപോലെ തന്നെ താന്തിയ തോപ്പിയെയും നമ്മൾ പഠിക്കാറുണ്ട്. അവർ രണ്ടുപേരുമാണ്. അതുപോലെ ലക്നൗ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹലാണ് നേതൃത്വം നൽകിയത്. ബീഗം ഹസ്രത് മഹലാണ് നേതൃത്വം നൽകിയത്. ലക്നൗ അല്ലെങ്കിൽ അവധ് എന്നൊക്കെ പറഞ്ഞാലും ആര് തന്നെയാണ്? ബീഗം ഹസ്രത് മഹൽ വരുന്നുണ്ട് അവധിലും. അതുപോലെ ഡൽഹി നമ്മൾ പറഞ്ഞു. ഡൽഹിയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമനോടൊപ്പം അദ്ദേഹത്തിന്റെ സൈനിക ജനറലായിരുന്ന ജനറൽ ബക്ത് ഖാനും അവിടെ നേതൃത്വ നിരയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഫൈസാബാദ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഫൈസാബാദില്
മൗലവി അഹമ്മദുള്ള ഷായാണ്. മൗലവി അഹമ്മദുള്ള ഷായാണ് അവിടെ നേതൃത്വത്തിൽ വന്നത്. മൗലവി അഹമ്മദുള്ള ഷായാണ് അവിടെ നേതൃത്വത്തിൽ വന്നത്. പിന്നീട് ബറേലി ഉണ്ട്. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു അവിടെ നേതൃത്വ നിലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഖാൻ ബഹദൂർ ഖാൻ ആണ്. അതുപോലെ തന്നെ മധുരയുണ്ട്. മധുരയിൽ ദേവി സിംഗ് ആയിരുന്നു നേതൃത്വം നൽകിയത്. അതുപോലെ നമ്മുടെ ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആയിരുന്നു നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ മീററ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മീററ്റിൽ കാദം സിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ ബറൌട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയതായിരുന്നു ഷാമൽ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഏറ്റവും അധികം ആവർത്തിച്ച് വരാറുള്ള കുറച്ച് കലാപ കേന്ദ്രവും അവിടുത്തെ നേതൃത്വവുമാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സുപ്രധാനമായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. കിട്ടുന്നുണ്ടോ? നിങ്ങൾ 8057 നോക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എക്സാമിന് നിങ്ങൾ ഇപ്പോൾ 8057 എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ 2 വർഷം 3 വർഷമായിട്ട് ഈ മേഖലയിൽ നിന്നും ചോദിച്ചിട്ടുള്ള സുപ്രധാനമായ ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ ആണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ആധിപത്യം ഞാൻ ഓൾറെഡി മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 8057 ആയി. ഇനി നമ്മുടെ സിലബസിൽ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് കുറച്ചധികം ചാപ്റ്ററുകൾ കൂടി ഉണ്ട് അല്ലേ. സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റും INCയും ഒക്കെ നമുക്കുണ്ട്. അപ്പം ഞാൻ വരുന്ന വീഡിയോകളിൽ ഞാൻ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്, ഈ ഒരു മെത്തേഡിൽ പോയ എക്സാം വരെ ഞങ്ങൾക്ക് കുറേ ചോദ്യങ്ങളും ഇതുപോലൊരു ക്ലാസ് ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒപ്പം ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. അത് PYQ ആണ്. ഇവിടെ കാൺപൂരിൽ നേതൃത്വം നൽകിയ നാനാ സാഹിബിനെയും താന്തിയ തോപ്പിയെയും പറഞ്ഞിരിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും യഥാർത്ഥ പേര് എന്താണ്? ഓക്കെ, നാനാ സാഹിബിന്റെയും താന്തിയ തോപ്പിയുടെയും യഥാർത്ഥ പേര് PYQ ആണ്. യഥാർത്ഥ പേര് എന്താണെന്ന് അറിയുന്നവരൊക്കെ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. എന്നിട്ട് ഇതേ സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത ചാപ്റ്ററുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം ഞാൻ ബൈ പറയുന്നു. താങ്ക് യു.